പോവുക. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പ്രത്യേക കാരണമില്ലാതെ പോകുന്നവർക്ക് ഫഖർ കൊണ്ട് പരിശോധിക്കപ്പെടും, ദാരിദ്ര്യം കൊണ്ട് പരിശോധിക്കപ്പെടും. എനിക്കറിയുന്ന നല്ലൊരു സമ്പന്നനുണ്ട്, ഞാൻ നാട് പറയുന്നില്ല, ചെറുപ്പക്കാരൻ, വളരെ ദാരിദ്ര്യമുള്ള ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരന് ഈ ഹദീസ് കേട്ട് അമല് തുടങ്ങി. എന്താ ലക്ഷ്യം എനിക്കറിയില്ല, നല്ല ലക്ഷ്യം തന്നെ ആയിരിക്കും. എന്താ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തുലൂഴ് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റും തസ്ബീഹുമായി കൂടുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. നേരം വെളുത്തേക്ക് ചാക്കും പീടിയാന്ന് ഇങ്ങോട്ട് പറഞ്ഞാണ് നിൽക്കരുതേക്കനെ പോയിട്ട് ഒരു ആപ്പ് കുടിച്ചണം. ഇതാണ് ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിലെ സ്വഭാവം. ഞാൻ പറഞ്ഞു ഒരു പുട്ടും ചായ. ഈ ഒരു സ്വഭാവം ഹറാമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിപ്പോയി. ആവശ്യമുണ്ടെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിലും ഒന്നല്ല ഈ പറയുന്നത്. നിത്യ സ്വഭാവം ഇങ്ങനെ നമ്മൾ ആക്കരുത്. ചിലർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല, കാലുവേദന, എഴുന്നേൽക്കാം, എന്നാലും അവിടെ തന്നെ ഇരിക്കാൻ കഴിയോ? എത്രത്തോളം നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന കാര്യം പറയുന്ന സ്ഥലത്ത് പറയുന്ന സുബഹിക്ക് ഒഴിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവം മാറ്റി തരും.